സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപാദനത്തിലും ആശങ്ക. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു. ഡാമിലുള്ളത് സംഭരണശേഷിയുടെ 33% വെള്ളം മാത്രമാണ്. ജലനിരപ്പ് 20%ത്തിലേക്ക് താഴ്ന്നാൽ വൈദ്യുതി ഉൽപാദനം നിർത്തും. കഴിഞ്ഞ വർഷത്തേക്കാൾ 10 അടി വെള്ളത്തിന്റെ കുറവാണ് ഡാമിലുള്ളത്. 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള അപേക്ഷയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനം നീട്ടിയതും KSEBിക്ക് തിരിച്ചടിയായി. അതിനിടെ പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നത് ജനങ്ങളെ വലയ്ക്കുകയുമാണ്. നഗര ഗ്രാമ ഭേദമില്ലാതെ ദിവസവും പല സമയങ്ങളിലായി വൈദ്യുതി മുടങ്ങുന്നുണ്ട്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, 33% വെള്ളം മാത്രമാണുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 12 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത് എന്നാണ് അറിയുന്നത്. ഈ പീക്ക് ടൈം എന്ന് പറയുന്നത് 11 മണി വരെ എന്നതിനപ്പുറത്തൊരു വെളുപ്പിന് 3 മണി വരെ ഈ പീക്ക് ടൈം ഉപഭോഗം ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ KSEB പറയുന്നത്. അത് വൈകിട്ട് 6 മണി മുതൽ പുലർച്ചെ 2 മണി വരെയാണ് പീക്ക് ടൈം. നമ്മൾ ഇടുക്കിയിലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രത്തിലെ ആളുകളുമായി സംസാരിച്ചപ്പോൾ പറയുന്നത് വൈകിട്ട് 6 മണി മുതൽ പുലർച്ചെ 2 മണി വരെ പരമാവധി വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 10 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഈ സമയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. KSEB മഴ പെയ്യുന്നതും കാത്തിരിക്കുകയാണ്. മഴ പെയ്തില്ലെങ്കിൽ KSEBയുടെ സകല കണക്കുകൂട്ടലും തെറ്റുമെന്ന് അവർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ 33% വെള്ളമാണ് ഇടുക്കി ഡാമിലുള്ളത്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ഡാമിന്റെ ഭാഗമായിട്ടുള്ള മൂലമറ്റം പവർ ഹൗസിലാണ്. നിലവിലെ 33%. അത് 20%ത്തിലേക്ക് എത്തുകയാണെങ്കിൽ വൈദ്യുതി ഉൽപ്പാദനം തന്നെ നിർത്തിവെക്കേണ്ടി വരും. 2333 അടിയാണ് നിലവിലെ സംഭരണ ശേഷി. അത് 2280 അടിയിലേക്ക് എത്തുമ്പോൾ ഈ വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവെക്കേണ്ടി വരും എന്നതാണ് പറയുന്നത്. നിലവിലെ കണക്കുകൂട്ടൽ പ്രകാരം ദിവസേന 10 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മാധു സൂചിപ്പിച്ച പോലെ തന്നെ വരും ദിവസങ്ങളിൽ ആ 10 ദശലക്ഷം യൂണിറ്റ് എന്നത് 11-12 ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ ഒരു മാസത്തേക്കുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം പോലും ഇടുക്കി ഡാമിൽ ഇല്ല എന്നതാണ് ചുരുക്കി പറയേണ്ടത്. എന്തായാലും വേനൽ മഴ ശക്തമായി ലഭിക്കേണ്ടതുണ്ട്. അതുകൂടാതെ കാലവർഷം സാധാരണ ജൂണിലാണ് ലഭിക്കേണ്ടത്. അത് മെയ് അവസാനത്തോടോ അല്ലെങ്കിൽ ജൂൺ ആദ്യം തന്നെ ആ കാലവർഷം എത്തിയാലാണ് ഡാമുകളെല്ലാം തന്നെ വെള്ളം നിറയുകയുള്ളൂ. എന്തായാലും മഴ പെയ്യുന്നത് കാത്തിരിക്കുകയാണ് KSEB. അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദനം വലിയ പ്രതിസന്ധിയിലേക്ക് ആശങ്കയിലേക്ക് നീളുകയും ചെയ്യും. മാധു, ശരി, കഴിഞ്ഞ വർഷത്തേക്കാൾ 10 അടി താഴ്ചയിലാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ്. വലിയ ചൂടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഡാമിലേക്കുള്ള വെള്ളമൊഴുക്കും വലിയ തോതിൽ കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല.